ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റിലുള്ള ഒരു സ്റ്റോറിയാണ്. റോബോ ദ റോബോട്ട്. അതാണ് നമ്മളുടെ സ്റ്റോറിയുടെ പേര്. അപ്പോൾ റോബോട്ടിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ അതവിടെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. ഒരു റോബോട്ടിൻ്റെ പിക്ചറാണ് അല്ലേ? നിങ്ങൾ റോബോട്ടിനെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മളുടെ റോബോട്ടിൻ്റെ പേരെന്താണ്? റോബോ എന്നാണ്. റോബോ ദ റോബോട്ട്, അതാണ് നമ്മളുടെ സ്റ്റോറിയുടെ പേര്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ ഒരു പിക്ചറിലേക്ക് നോക്കിയേ, മക്കൾ എന്തൊക്കെയാണ് കാണുന്നത്? ഒരു ഗേൾ ഉണ്ട് അല്ലേ? പിന്നെ എന്താണ്? ഒരു റോബോട്ട് ഉണ്ട്. എവിടെയാണ് അവർ നിൽക്കുന്നത്? ഒരു ഗാർഡനിലാണ് അല്ലേ? നിറയെ പൂക്കളും ചെടികളും ഒക്കെയുള്ള ഒരു ഗാർഡൻ. ഗാർഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂന്തോട്ടം. അപ്പോൾ അവർ പൂന്തോട്ടത്തിലാണ് നിൽക്കുന്നത്. ആ ഒരു പൂന്തോട്ടത്തിന് അരികിലായിട്ടൊരു വീടുണ്ട് അല്ലേ? അപ്പോൾ അത് ആ കുട്ടിയുടെ വീടാണ്. ആ കുട്ടിയുടെ വീട്ടിലുള്ള പൂന്തോട്ടമാണ് ഇത്. ആ വീട്ടിൽ നമുക്ക് കാണാം, ഒരു ഡോറിൻ്റെ അടുത്ത് ആര് നിൽക്കുന്നുണ്ട്? ഒരു ലേഡി നിൽക്കുന്നുണ്ട് അല്ലേ? അതാരാണ്? അത് ഈ കുട്ടിയുടെ അമ്മയായിരിക്കും. നമുക്ക് നോക്കാം. സിയ ആൻഡ് റോബോ were playing in the garden. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഗേളിൻ്റെ പേരെന്താണ്? സിയ. പേരെല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ സിയ ആൻഡ് റോബോ, സിയയും റോബോയും എന്ത് ചെയ്യുന്നുണ്ട്? were playing in the garden. പ്ലേയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളിക്കുക അല്ലേ? എവിടെ വെച്ചിട്ടാണ് കളിക്കുന്നത്? in the garden. ഗാർഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂന്തോട്ടം അല്ലേ? അപ്പോൾ പൂന്തോട്ടത്തിൽ വെച്ചിട്ട് സിയയും റോബോയും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സിയ, where are you? മദർ കോൾഡ്. അപ്പോൾ സിയയുടെ അമ്മ വിളിച്ചു. മദർ എന്ന് പറഞ്ഞാൽ ആരാണ്? അമ്മ അല്ലേ? സിയയുടെ അമ്മ വിളിക്കുകയാണ്. where are you? നീ എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. I am with റോബോ അമ്മ. ഞാൻ റോബോയുടെ കൂടെയാണ് എന്ന് അമ്മേനോട് പറയാണ്. ഷീ റിപ്ലൈഡ്. റിപ്ലൈഡ് എന്ന് പറഞ്ഞാൽ മറുപടി പറഞ്ഞു. കം ഹിയർ ഡിയർ, മദർ സെഡ്. അപ്പം അമ്മ പറയാണ്. കം ഹിയർ, ഇവിടെ വരൂ എന്ന് അമ്മ പറഞ്ഞു. മദർ സെഡ്. താഴെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ? അത് നോക്കാം. ഹു ഇസ് റോബോ? റോബോ ആരാണ്? റോബോട്ട് അല്ലേ? വൈ ഡിഡ് മദർ കോൾ സിയ? എന്തിനായിരിക്കും അമ്മ സിയനെ വിളിച്ചത് എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് കുട്ടികളോട് ചോദിക്കാം കേട്ടോ. അവരവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അവർ ആൻസർ ചെയ്യട്ടെ. സോ നമുക്ക് നോക്കാം, എന്തിനായിരിക്കും സിയേനെ അമ്മ വിളിച്ചത് എന്ന്. സിയ, ഡിഡ് യു സീ ദ കീ? മദർ ആസ്ക്ഡ്. അപ്പോൾ അമ്മ സിയേനോട് ചോദിക്കുകയാണ്. സിയ, ഡിഡ് യു സീ ദ കീ? കീ എന്ന് പറഞ്ഞാൽ താക്കോല്. നീ താക്കോല് കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. മദർ ആസ്ക്ഡ്, അമ്മ ചോദിച്ചു. അപ്പോൾ ഇവിടെ അമ്മ എന്തിനാണ് സിയയെ വിളിച്ചത് എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് കിട്ടി അല്ലേ? കീ കാണുന്നില്ല. അപ്പം അത് അന്വേഷിക്കാൻ വേണ്ടി, അത് സിയ കണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അമ്മ വിളിച്ചിട്ടുണ്ടാവുക അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ബാക്കി നോക്കാം. വിച്ച് കീ? അപ്പോൾ സിയ ചോദിക്കുകയാണ്. വിച്ച് കീ? ഏത് കീ? ഏത് താക്കോലിൻ്റെ കാര്യമാണ് പറയുന്നത്? ദ കീ ഓഫ് അവർ ഷെൽഫ്. നമ്മളുടെ ഷെൽഫിൻ്റെ താക്കോല്, ഷെൽഫിൻ്റെ കീ, അതിൻ്റെ കാര്യമാണ് അമ്മ ചോദിക്കുന്നത്. മൈ പേഴ്സ് ഈസ് ഇൻസൈഡ് ഇറ്റ്. അപ്പം മൈ പേഴ്സ്, അമ്മയുടെ പേഴ്സ് എവിടെയാണുള്ളത്? ഇൻസൈഡ് ഇറ്റ്, ഇൻസൈഡ് ദ ഷെൽഫ്. ഷെൽഫിൻ്റെ അകത്താണ് അമ്മയുടെ പേഴ്സ് ഉള്ളത്. അപ്പം കീ കിട്ടിയാലല്ലേ അത് തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അമ്മ ചോദിച്ചത്. കീ കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് സിയേനോട്. ഐ ഡിഡ്ന്റ് സീ ഇറ്റ് സെഡ് സിയ. അപ്പോൾ സിയ എന്താ പറഞ്ഞത്? ഐ ഡിഡ്ന്റ് സീ ഇറ്റ്, ഞാൻ കണ്ടിട്ടില്ല അത്. സെഡ് സിയ, സിയ പറഞ്ഞു. ദേ സെർച്ച്ഡ് എവ്രിവെയർ. അപ്പോൾ അവരെന്ത് ചെയ്തു? എല്ലായിടത്തും, എവ്രിവെയർ എല്ലായിടത്തും. സെർച്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിരയുക, അല്ലെങ്കിൽ എന്താണ്? പരിശോധിക്കുക. അപ്പോൾ അവരെല്ലാ സ്ഥലത്തും ഇങ്ങനെ തിരഞ്ഞു ആ ഒരു ചാവി, ആ ഒരു കീ എവിടെയാണ് ഉള്ളത് എന്ന്. ബട്ട് ദേ കുഡിൻറ്റ് ഫൈൻഡ് ഇറ്റ്. പക്ഷെ എന്താണ്? അവർക്ക് അത് ഫൈൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. വേർ വിൽ ബി ദ കീ? അതാണ് ചോദ്യം. എവിടെയായിരിക്കും ആ ഒരു കീ ഉണ്ടാവുക? നോക്കാം അല്ലേ? നമുക്ക് നെക്സ്റ്റ് പേജിൽ കാണുമോ നോക്കാം. വിൽ ദേ ഫൈൻഡ് ദ കീ? അവർ ആ ഒരു കീ കണ്ടെത്തുമോ? അവർക്കത് പിടിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പോൾ അത് കുട്ടികളോട് ചോദിക്കുക, അവർ ആൻസർ ചെയ്യട്ടെ കേട്ടോ. റോബോ, കം ഹിയർ, സിയ കോൾഡ് റോബോ. സിയ റോബോനെ വിളിച്ചു. കം ഹിയർ, ഇവിടെ വരൂ എന്ന് വിളിച്ചു. ക്ലിക്ക് ക്ലാക്ക് ക്ലിക്ക് ക്ലാക്ക്, റോബോ വാക്ക്ഡ് ഇൻ. ക്ലിക്ക് ക്ലാക്ക് എന്നുള്ളത് റോബോ നടന്നു വരുന്ന ആ ഒരു ശബ്ദമാണ് കേട്ടോ. ഒരു മെറ്റാലിക് സൗണ്ടാണ് ക്ലിക്ക് ക്ലാക്ക് എന്നുള്ളത്. റോബോട്ട് ഇങ്ങനെ നടന്നു വന്നു. റോബോ, പ്ലീസ് ഫൈൻഡ് ദ കീ. അപ്പോൾ പിന്നെ സിയ റോബോനോട് പറയുകയാണ്. റോബോ, പ്ലീസ് ഫൈൻഡ് ദ കീ. ആ ഒരു കീ, കാണാതെ പോയ ഒരു കീ ഉണ്ടല്ലോ, അതൊന്ന് കണ്ടുപിടിച്ച് തരുമോ എന്ന് ചോദിക്കുകയാണ്. ജസ്റ്റ് എ മിനിറ്റ് സെഡ് റോബോ. അപ്പോൾ റോബോ പറയാണ്, ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ കണ്ടുപിടിച്ച് തരാം എന്നുള്ള രീതിയിൽ റോബോ പറഞ്ഞു. ബീപ്പ് ബീപ്പ്,
A light flashed on Robo's screen. അപ്പോൾ എന്താണ്, റോബോൻ്റെ ആ ഒരു പിക്ചറിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം റോബോൻ്റെ ശരീരത്തിൽ ഒരു സ്ക്രീൻ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സ്ക്രീനിലേക്ക് ഒരു ലൈറ്റ് വന്നു. അമ്മ ലുക്ക് അറ്റ് ദ സ്ക്രീൻ. അപ്പം സിയ അമ്മേനോട് പറയാം, അമ്മ ലുക്ക് അറ്റ് ദ സ്ക്രീൻ, സ്ക്രീനിലേക്ക് നോക്കൂ. ദ കീ ഈസ് ഇൻ ദ ഡസ്റ്റ്ബിൻ. അപ്പോൾ കീ എവിടെയാണുള്ളത്? ദ കീ ഈസ് ഇൻ ദ ഡസ്റ്റ്ബിൻ. ഡസ്റ്റ്ബിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ഒക്കെ ഇടുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഡസ്റ്റ്ബിൻ എന്ന് പറയുക. അപ്പം കീ എവിടെയാണുള്ളത്? ഡസ്റ്റ്ബിന്നിലാണുള്ളത്. അത് എവിടെയാണ് കണ്ടത്? റോബോന്റെ സ്ക്രീനിൽ കണ്ടു. വാവ് റോബോ, യു ആർ സോ ഗുഡ്, മദർ സെഡ്. അപ്പം അമ്മ പറയാണ്, റോബോ നീ അടിപൊളിയാണ്, നീ വളരെ നല്ലതാണ് എന്ന് പറയാണ്. താങ്ക് യു മോം, റോബോ സ്മൈൽഡ്. അപ്പം റോബോ എന്താണ്, താങ്ക് യു പറഞ്ഞിട്ട് സ്മൈൽ ചെയ്തു. സ്മൈൽ ചെയ്യാന്ന് വെച്ചാൽ പുഞ്ചിരിച്ചു. ക്വസ്റ്റ്യൻ നോക്കാം. ഈസ് റോബോ ഹെൽപ്ഫുൾ ടു എവ്രി വൺ? റോബോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണോ, ഉപകാരിയാണോ, സഹായപ്രദമാണോ റോബോൻ്റെ വർക്ക്സ് എന്നാണ് ചോദിക്കുന്നത്. ഹെൽപ്ഫുൾ ആണോ? അതെ അല്ലേ, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണ്. ഇപ്പം തന്നെ കണ്ടില്ലേ, ആ ഒരു കീ നഷ്ടപ്പെട്ടു പോയപ്പോൾ റോബോ അത് കാണിച്ചു കൊടുത്തു എവിടെയാണെന്നുള്ളത് അല്ലേ. ഡു യു ലൈക്ക് ടു ഹാവ് എ റോബോട്ട് അറ്റ് ഹോം? നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊരു റോബോട്ട് ഉള്ളത് ഇഷ്ടമാണോ? കുട്ടികളോട് ചോദിക്കുക കേട്ടോ. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് എന്തായാലും അവരുടെ ആൻസർ യെസ് ആയിരിക്കും. സോ അവരോട് ചോദിക്കുക. ഈ ഒരു പിക്ചറിൽ നമ്മൾ എന്താ കാണുന്നത്? സിയയും റോബോയും കൂടി എവിടെയോ പോവുകയാണ് അല്ലേ, പുറത്താണ് ഉള്ളത്, വീട്ടിലല്ല. നമുക്ക് നോക്കാം. സിയ ആൻഡ് റോബോ വെൻ ഫോർ എ വാക്ക്. അപ്പോൾ സിയയും റോബോയും എവിടെ പോയതാണ്? വെൻ ഫോർ എ വാക്ക്. അവരൊരു വാക്കിന് പോയതാണ്, അവരൊന്ന് നടക്കാൻ പോയതാണ്. സൂൺ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. അപ്പം പെട്ടെന്ന് തന്നെ എന്ത് സംഭവിച്ചു? സ്റ്റാർട്ടഡ് റെയിനിങ്, മഴ പെയ്യാൻ തുടങ്ങി. റോബോ, ഇറ്റ് ഈസ് റെയിനിങ്, വാട്ട് വിൽ വി ഡു? റോബോട്ടിനോട് അപ്പം ആര് പറയാണ്? സിയ പറയാണ്, റോബോ മഴ പെയ്യുന്നുണ്ട്, വാട്ട് വിൽ വി ഡു, നമ്മളിപ്പോൾ ഇനി എന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. സിയ ആസ്റ്റ്, സിയ ചോദിച്ചു. ജസ്റ്റ് എ മിനിറ്റ്. അപ്പോൾ റോബോ പറയാണ്, ജസ്റ്റ് ഒരു മിനിറ്റ്, ഒന്ന് വെയിറ്റ് ചെയ്യും. ഡു ദേ ഹാവ് എൻ അംബ്രല്ല? അവർക്ക് അംബ്രല്ല ഉണ്ടോ? അംബ്രല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? കുട അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ ഉള്ള കുട? അപ്പോൾ ഇവർക്ക് അതുണ്ടോ? ഇല്ല അല്ലേ, അവർക്ക് അംബ്രല്ല ഇല്ല. ഹൗ വിൽ റോബോ ഹെൽപ്പ് സിയ? റോബോ എങ്ങനെയായിരിക്കും സിയനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കിയേ, മക്കളൊന്ന് ഗസ് ചെയ്യട്ടോ. ഈ ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ അവരോട് ചോദിക്കുക, അവരുടെ ആൻസർ അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അവർ എന്താണെന്ന് വെച്ചാൽ പറയട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പിക്ചറിൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടിയില്ലേ. അവർക്ക് അംബ്രല്ല ഇല്ല. ഇപ്പം എങ്ങനെയാണ് റോബോ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ, അത് നമുക്ക് ഈ പിക്ചറിൽ നിന്ന് തന്നെ കിട്ടുന്നില്ലേ. റോബോ എന്തായി മാറി? ഒരു വലിയ അംബ്രല്ലയായി മാറിയില്ലേ. നമുക്ക് നോക്കാം. ബൂം, റോബോ ബിക്കെയിം ആ ബിഗ് അംബ്രല്ല. അപ്പോൾ റോബോ എന്തായി? ബിക്കെയിം എന്ന് പറഞ്ഞാൽ ആയിത്തീർന്നു. എ ബിഗ് അംബ്രല്ല, ഒരു വലിയ അംബ്രല്ല ആയി തീർന്നു. ആര്? റോബോ. കണ്ടില്ലേ, നമുക്ക് കാണാമല്ലേ ഒരു പിക്ചറിൽ. അപ്പം സിയ ക്ലാപ്ഡ് ഹെർ ഹാൻഡ്സ്. അപ്പോൾ സിയയ്ക്ക് അവളുടെ സന്തോഷം സഹിക്കാൻ വയ്യാതെ അവൾ എന്ത് ചെയ്യാണ്? ക്ലാപ്പ് ചെയ്യാണ്, അവളുടെ കൈ അടിച്ചു എന്ന് പറയാണ്. ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈകൾ. ഓക്കെ, അപ്പോൾ സിയ ക്ലാപ്ഡ് ഹെർ ഹാൻഡ്സ്, സിയ അവളുടെ കൈകൾ അടിച്ചു. റോബോ, യു ആർ വണ്ടർഫുൾ. അപ്പോൾ റോബോനോട് പറയാണ്, നീ വണ്ടർഫുൾ ആണ്, നീ അടിപൊളിയാണ്, സൂപ്പറാണെന്ന് പറയാണ്. ഈസ് റോബോ എ സൂപ്പർ റോബോട്ട്? റോബോ ഒരു സൂപ്പർ റോബോട്ട് ആണോ? അതെ അല്ലേ. റോബോ എന്തൊക്കെ ഹെൽപ്പാണ് സിയയ്ക്ക് ചെയ്യുന്നത്? ആദ്യം ചാവി കണ്ടുപിടിച്ചു കൊടുത്തു. ഇപ്പോൾ ഇതാ അംബ്രല്ലയൊന്നും ഇല്ലായിരുന്നു കയ്യിൽ, പക്ഷെ മഴ പെയ്തപ്പോൾ റോബോ എന്താണ്? ഒരു വലിയ അംബ്രല്ലയായിട്ട് മാറിയല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ റോബോ എന്താണ്? സൂപ്പർ റോബോട്ട് തന്നെയാണ്. ഡിഡ് യു ലൈക്ക് റോബോ? നിങ്ങൾക്ക് റോബോനെ ഇഷ്ടമാണോ? എന്തായാലും കുട്ടികൾക്ക് ഈ റോബോനെ ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് അവർ ആൻസർ ചെയ്യട്ടെ. ഈ ഒരു പിക്ചറിൽ നോക്കിയേ, മഴയൊക്കെ നിന്നു. ഇവിടെ പുതിയൊരാൾ വന്നിട്ടുണ്ട്. ആരാണ്? കാക്ക അല്ലേ, ക്രോ. ക്രോ എന്ത് ചെയ്യുന്നുണ്ട്? സിയയുടെ തൊപ്പി കൊത്തി പറന്ന് പോവുകയാണ്. നമുക്ക് നോക്കാം. ദ റെയിൻ സ്റ്റോപ്ഡ്. അപ്പോൾ മഴ നിന്നു. സൂപ്പ്, അതെന്താണത്? ആ ഒരു ശബ്ദം. ദ അംബ്രല്ല ബിക്കെയിം എ റോബോട്ട് അഗെയിൻ. അപ്പോൾ ആ അംബ്രല്ല എന്തായിട്ട് മാറിയിട്ടുണ്ട്? വീണ്ടും റോബോട്ടായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശബ്ദമാണ് സൂപ്പ് എന്നുള്ളത് കേട്ടോ. സൂൺ എ ക്രോ ടുക്ക് അവേ സിയാസ് ക്യാപ്പ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് സംഭവിച്ചു? ക്രോ എന്ത് ചെയ്തു? ടുക്ക് അവേ സിയാസ് ക്യാപ്പ്. സിയേൻ്റെ ക്യാപ്പ്, സിയയുടെ തൊപ്പി ഒരു കാക്ക എടുത്തിട്ട് പോയി. വേർ വിൽ ദ ക്രോ ടേക്ക് ദ ക്യാപ്പ്? അപ്പോൾ ആ ഒരു കാക്ക എങ്ങോട്ടായിരിക്കും സിയയുടെ ക്യാപ്പ് കൊണ്ടുപോയിട്ടുണ്ടാവുക, തൊപ്പി കൊണ്ടുപോയിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം. കുട്ടികൾ പറയട്ടെ കേട്ടോ. വാട്ട് വിൽ റോബോ ഡു നൗ? ഇനിയിപ്പോൾ റോബോ എന്താണ് ചെയ്യുക എന്നാണ് ചോദ്യം. അതായത് സിയനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും ചെയ്യുക എന്നുള്ളത്. ഓ മൈ ക്യാപ്പ്, റോബോ ഹെൽപ്പ് മീ പ്ലീസ്, സിയ ക്രൈഡ്.
അപ്പോൾ സിയ കരയാണ്. ഓ മൈ ക്യാപ്പ്, അയ്യോ എൻ്റെ ക്യാപ്പ്, എൻ്റെ തൊപ്പി പോയി അല്ലേ. റോബോ ഹെൽപ്പ് മീ പ്ലീസ്, റോബോനോട് പറയാണ് എന്നെ ഹെൽപ്പ് ചെയ്യൂ, എന്നെ സഹായിക്കൂ പ്ലീസ് എന്ന് പറയാണ്. സിയ ക്രൈഡ്, സിയ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാണ്. ബീപ്പ് ബീപ്പ്, റോബോ സ്ക്രീൻ ഫ്ലാഷ്ഡ് അഗെയിൻ. അപ്പോൾ റോബോയുടെ ഒരു സ്ക്രീനിൽ വീണ്ടും എന്ത് ചെയ്തു, ഒരു വെളിച്ചം വന്നു. ദ ക്യാപ്പ് ഈസ് ഓൺ എ മാംഗോ ട്രീ സെഡ് റോബോ. അപ്പോൾ റോബോ പറയാണ് ദ ക്യാപ്പ് ഈസ് ഓൺ എ മാംഗോ ട്രീ. മാംഗോ ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്, മാവ്. ക്യാപ്പ് എവിടെയാണുള്ളത്, മാവിൻ്റെ മുകളിലാണുള്ളത്. സെഡ് റോബോ, റോബോ പറഞ്ഞു. ഗെറ്റ് ഇറ്റ് ഫോർ മീ പ്ലീസ്, അതെനിക്ക് എന്താണ് എടുത്തു തരൂ എന്ന് പറയാണ്. ജസ്റ്റ് എ മിനിറ്റ്, അപ്പോൾ റോബോ പറയാണ് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറയാണ്. ഹൗ വിൽ റോബോ ഹെൽപ്പ് സിയ, എങ്ങനെയാണ് റോബോ സിയനെ ഹെൽപ്പ് ചെയ്യാന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. അത് ശബ്ദമാണ്. റോബോസ് ഹാൻഡ്സ് ഗ്രൂ ലോങ്, റോബോന്റെ ഹാൻഡ് എന്ത് ചെയ്തു, ഹാൻഡ്സ് കൈകള് ഗ്രൂ ലോങ് നീണ്ടങ്ങ് പോയി. റോബോ പുൾഡ് ദ ബ്രാഞ്ച് ഡൗൺ, റോബോ എന്ത് ചെയ്തു, പുൾഡ് ദ ബ്രാഞ്ച് ഡൗൺ, ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ മരത്തിന്റെ ചില്ല, കൊമ്പ്. പുൾഡ് വലിച്ചു, പുൾഡ് ഡൗൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പുൾഡ് ദ ബ്രാഞ്ച് ഡൗൺ, അപ്പം ആ മരത്തിൻ്റെ ശാഖ, കൊമ്പ് ഇങ്ങനെ താഴോട്ട് വലിച്ചു. സിയ ടേക്ക് ദ ക്യാപ്പ് സെഡ് റോബോ, അപ്പോൾ റോബോ പറയാണ് സിയ ടേക്ക് ദ ക്യാപ്പ്, ആ ക്യാപ്പ് എടുക്കൂ. സെഡ് റോബോ, റോബോ പറഞ്ഞു. സിയ റേസ്ഡ് ഹെർ ഹാൻഡ്സ് ടു ടേക്ക് ദ ക്യാപ്പ്, റിയ എന്ത് ചെയ്തു, അവളുടെ കൈകൾ ഉയർത്തി. റേസ്ഡ് ഹെർ ഹാൻഡ്സ്, അവളുടെ കൈകൾ ഉയർത്തി. ടു ടേക്ക് ദ ക്യാപ്പ്, ആ ക്യാപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. ക്യാൻ സിയ ടേക്ക് ദ ക്യാപ്പ്, സിയയ്ക്ക് ആ ക്യാപ്പ് എടുക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും എടുക്കാൻ പറ്റും അല്ലേ. എന്തുകൊണ്ടാണ്, നമ്മളുടെ റോബോ എന്താണ് എല്ലാ കാര്യത്തിലും ഹെൽപ്ഫുൾ ആണ്. സോ നമുക്ക് അങ്ങനെ കരുതാം. അപ്പം നമുക്ക് ബാക്കി പേജിലേക്ക് നോക്കാം, നമുക്ക് സിയ ഒരു ക്യാപ്പ് എടുക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ എല്ലാ ലെസൺസും നമ്മളുടെ ലേണേഴ്സ് കോർണറിലെ ക്ലാസ് 1 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.